ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബിലെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി ദീപ്. ഇതാണ് ഞാനും എൻ്റെ കൊച്ചു കുടുംബവും. ഫോൺ ഗാലറി വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് നിങ്ങൾ ഈ കാണുന്ന ഒരു പഴയ വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇത് കണ്ടപ്പോൾ തന്നെ പഴയ ചില ഓർമ്മകൾ എൻ്റെ മെമ്മറിയിൽ ഇങ്ങനെ വന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന ഒരു കാര്യവും ഈ വീഡിയോയിലില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ദിവസമായിരുന്നു ഇത്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായി ഇമോഷണലായി പോവുകയാണ്. അപ്പോൾ അതിവിടെ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹം തോന്നി. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ കാണാൻ ഞങ്ങൾ അവസാനമായി പോയപ്പോൾ വെറുതെ എടുത്തതാണ് ഈ വീഡിയോ. ഈ ദിവസത്തിൻ്റെ കുറച്ച് ദിവസങ്ങൾ മുന്നേ എൻ്റെ ഫോണിൽ ഞാനിങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അമ്പലപ്പുഴ അമ്പലത്തിലെ റീൽസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ എനിക്ക് അമ്പലപ്പുഴ അമ്പലത്തിൽ പോകണമെന്നും അവിടുത്തെ പാൽപ്പായസം കുടിക്കണമെന്നൊക്കെ ഭയങ്കരമായ ആഗ്രഹം തോന്നി. എൻ്റെ ആഗ്രഹം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, നമുക്ക് നോക്കാം, ഈ ആഴ്ച അവസാനം നമുക്ക് പോകാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീക്കിലെ അവസാനത്തെ ഞായറാഴ്ച അമ്പലപ്പുഴ അമ്പലത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടുത്തെ അമ്പലത്തിലെ കൊടിയേറ്റായിരുന്നു എന്ന്. ഭയങ്കര തിരക്കുള്ള ദിവസമായിരുന്നു അന്ന്. അന്ന് ഞാൻ അമ്പലത്തിലെ കൊടിയേറ്റം കണ്ട് കുറേ നേരം ഇങ്ങനെ നിന്നു. അമ്പലത്തിലെ കൊടിയേറ്റ് ചടങ്ങുകളും കൊടിയേറുന്നതും എല്ലാം കണ്ടവിടെ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോഴേ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, എനിക്ക് ഉണ്ണിക്കണ്ണനെ കാണാൻ പറ്റുമെന്ന്. അപ്പോഴാണ് അവിടെ നിന്നൊരമ്മ പറഞ്ഞത്, ഇനി അമ്പലം വൈകിട്ടേ തുറക്കുകയുള്ളൂ എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ അമ്പലത്തിൻ്റെ വെളിയിൽ നിന്ന് ഉണ്ണിക്കണ്ണനെയും തൊഴുത് പാൽപ്പായസവും കുടിക്കാൻ പറ്റാതെ ഞങ്ങൾ അമ്പലം മുഴുവൻ ചുറ്റി നടന്നു കുറേ സമയം അവിടെ തന്നെ ചെലവഴിച്ചു. പക്ഷേ ആ ഞായറാഴ്ച എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ചയ്ക്ക് ശേഷം കടന്നുപോയ കുറച്ച് ദിവസം എന്താ നടന്നതെന്ന് ഒന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച ഹോസ്പിറ്റലിലെ ICUയിൽ പകുതി ബോധത്തോടെ, ഒന്നും മനസ്സിലാവാതെ, എന്താ സംഭവിച്ചതെന്നറിയാതെ ഞാനിങ്ങനെ കിടക്കുന്നതാണ്. കണ്ണ് തുറന്നു വന്നത് പുതിയ ജീവിതത്തിലേക്കായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. പുതിയ ജീവിതവും ബാക്കി കഥകളും എല്ലാം ഞാൻ വിശദമായി ഒരു ലോങ് വീഡിയോയിൽ പറയാം. സപ്പോർട്ട് ചെയ്തവർക്കെല്ലാവർക്കും എൻ്റെ നന്ദി. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം കേട്ടോ.